ഈ കാലഘട്ടങ്ങളിൽ ഞാൻ ചിന്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് പ്രിയപ്പെട്ടവരെ. ഈ അടുത്ത കാലത്ത് ഒരു മരണ വീട്ടിലേക്ക് ഞാൻ ചെല്ലാൻ ഇടവന്നു. എനിക്കറിയുന്നൊരു കുടുംബം, ഒത്തിരി മക്കളുള്ള ഒരു കുടുംബമാണ്. അതിലൊരു മകള് ഒരു ബൈക്ക് ആക്സിഡൻറ്റിൽ മരിക്കുകയാണ്. അമ്മ മരിക്കുന്ന ദിവസം പറഞ്ഞ എന്താണെന്നറിയോ? എൻ്റെ മകളുടെ വിവാഹമാണ് നാളെ, ഈശോയുമായിട്ടൊരു വിവാഹമാണ്. അവർ ദൈവത്തിൻ്റെ സ്നേഹം ഈ സഹനത്തിൽ കണ്ടു എന്നുള്ളത്. അന്ന് ആ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഞാൻ വ്യക്തിപരമായി അനുഭവിച്ച ആ കുടുംബം എങ്ങനെയാണ്. ഒരു പുരോഹിതൻ ആ കുടുംബത്തിലേക്ക് മരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ ആശ്വസിപ്പിക്കാൻ ചെല്ലുമ്പോൾ ഈ അപ്പനും അമ്മയും കൈകൂപ്പിയിട്ട് ഞങ്ങളെ കൊണ്ടു നിർത്തുന്നു, ഒപ്പീസ് ചെല്ലിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, അച്ഛൻ പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് പറഞ്ഞു വിടുന്നു. കാരണം ഒരു വിവാഹ വിരുന്നിലേക്ക് ഒരു പുരോഹിതൻ കടന്നു ചെല്ലുമ്പോൾ ആ വീട്ടിലേക്ക് ആ മാതാപിതാക്കളെ എങ്ങനെ സ്വീകരിക്കുന്നുവോ അതുപോലെ സ്വീകരിക്കുക. പിറ്റേ ദിവസം മകളുടെ അടക്കിൻ്റെ സമയത്തിന് മുമ്പ് എല്ലാവർക്കും അവർ ഭക്ഷണം വിളമ്പി കൊടുത്തു. നല്ല വസ്ത്രം ധരിച്ചിരുന്നു. കാരണം മരണം ഒരു പരാജയമല്ലെന്ന് അവരുടെ വിശ്വാസത്തിൻ്റെ സ്നേഹം അവരെ പഠിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാം അറിയണം, നമുക്കൊക്കെയും പ്രിയപ്പെട്ടത് ദൈവമാണെന്ന് പറയുമ്പോഴും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മുകളിൽ ദൈവത്തെ വ്യക്തിപരമായി സ്നേഹിച്ചിട്ടുണ്ടോ? എനിക്ക് എൻ്റെ അപ്പന് ഭയങ്കര സ്നേഹമായിരിക്കാം, എന്നാൽ എൻ്റെ സ്വർഗീയ അപ്പൻ എൻ്റെ വളർത്തപ്പൻ്റെ മുകളിലാണോ എന്ന് ചിന്തിക്കണം. ഇന്ന് അനേകർക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്നേഹം ഇതാണ്. വ്യക്തിപരമായി ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോഴും നമുക്കിഷ്ടപ്പെടുന്ന നഷ്ടപ്പെടുമ്പോൾ ദൈവത്തെയാണ് നമ്മൾ ആദ്യം നഷ്ടപ്പെടുത്തുക. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ഒത്തിരി സഹനം ഉണ്ടായപ്പോഴും അമ്മ ഒരിക്കലും ദൈവത്തെ തള്ളി പറഞ്ഞിട്ടില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈ ലോകാരൂപി നമ്മളെ വഞ്ചിക്കുന്ന ഒന്നാമത്തെ പ്രധാനപ്പെട്ട മേഖല ഐഡൻറ്റിറ്റി ക്രൈസിസാണ്. നമുക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ട്, ദൈവത്തിൻ്റെ ഐഡൻറ്റിറ്റി. അത് നമുക്കില്ലെന്ന് നമ്മെ പഠിപ്പിക്കുന്നതാണ് ലോകാരൂപി. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സ്നേഹമൊന്നുമില്ല, ദൈവം നിന്നെ ശിക്ഷിക്കും എന്നൊരു ഐഡൻറ്റിറ്റി ഇന്ന് ലോകത്ത് അനേകർക്കുണ്ട്. അതുകൊണ്ടാണ് എത്തീസം പോലെയുള്ള അനേകം മേഖലകൾ ലോകത്ത് വന്നത്. ഈ അടുത്ത കാലത്ത് കേരളത്തിൽ ചിന്തിക്കപ്പെടുന്ന ഒരു സംഭവം നടന്നു. ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ ദൈവമില്ലെന്ന് പറയുന്നവരുടെ കൂട്ടായ്മ. അങ്ങനെ ഒത്തിരി പേര് കൂടുക. എന്നാൽ പ്രിയപ്പെട്ടവരെ, ദൈവമുണ്ടെന്നുള്ള സത്യത്തെ തിരിച്ചറിയണമെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം അറിയണം. ഈ ലോകത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ദൈവത്തെ നോക്കാൻ പറ്റില്ല. ലോകത്തെക്കാൾ മുകളിലുള്ളവനെ അതുകൊണ്ട് ഉയർന്ന കണ്ണുകളോടെ നമുക്ക് നോക്കാൻ കഴിയണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നമുക്ക് ചിന്തിക്കാം. വിശുദ്ധ അഗസ്തീനോസ് പറയുന്നൊരു വാചകമുണ്ട്, എൻ്റെ സന്തോഷം ദൈവസ്നേഹത്തിലാണോ അതോ മനുഷ്യരുടെ പ്രശംസയിലാണോ? അഗസ്തീനോസ് പറയുക, എൻ്റെ സന്തോഷം ദൈവത്തിൻ്റെ സ്നേഹത്തിലാണോ മനുഷ്യൻ പറയുന്ന പ്രശംസയിലാണോ? ഇന്ന് അനേകർ പ്രശംസ കിട്ടാൻ വേണ്ടി പലതും ചെയ്തു കൂട്ടുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം പറയുക, എല്ലാം കടന്നു പോകൂട്ടോ, ഈ പ്രശംസകളെല്ലാം പോവും, കയ്യടികൾ നിൽക്കും, എന്നാൽ ഞാൻ അപ്പോഴും നിൻ്റെ കൂടെയുണ്ട്. അന്ന് പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മുടെ കൂടെയുണ്ട്. രണ്ടാമതായിട്ട് ഈ ദൈവത്തിൻ്റെ സ്നേഹം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം, പാപത്തെ നിരസിച്ച് കൃപയിൽ ജീവിക്കാൻ കഴിയണം. പാപത്തെ നമുക്ക് നിരസിക്കാൻ പറ്റണം, പാപത്തിൻ്റെ സുഖങ്ങളെ നിരസിക്കാൻ പറ്റണം. ഈ കാലഘട്ടങ്ങളിൽ എല്ലാവരും പറയുന്നത് സീസറിനുള്ളതും സീസറിനും, ദൈവത്തിനുള്ള ദൈവത്തിനും. രണ്ട് വഞ്ചിയിൽ കാലിടുന്നൊരവസ്ഥ ഇന്ന് ലോകത്ത് അനേകർക്കുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവം ജീവൻ തന്ന്, ദൈവം വളർത്തി, ദൈവ ജീവശ്വാസം തന്ന് എല്ലാം തന്നിട്ടും ദൈവത്തെക്കാൾ ഉപരിയായി നമ്മൾ മറ്റു പലതിനെയും സ്നേഹിക്കുന്നുണ്ടോ? 1 യോഹന്നാൻ 2-ാം അധ്യായം 15-ാം വാക്യം പറയുക, ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കില്ല. പ്രിയപ്പെട്ടവരെ, ലോകം എന്ന് പറയുന്നത് ദൈവത്തെ മറക്കുന്ന എല്ലാ കാര്യങ്ങളും ലൗകികമാണ്. ദൈവത്തെ മറക്കുന്ന, ദൈവിക കാര്യങ്ങളിൽ നമുക്ക് അലസതയുണ്ടാക്കുന്ന ഏതൊരു കാര്യവും ലൗകികമാണ്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുക, എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയാത്ത ഒരു സുഖത്തിലേക്ക് ഞാൻ പോകുന്നുണ്ടെങ്കിൽ, എൻ്റെ ദൈവിക ബന്ധത്തെ മുറിക്കുന്ന ഒരു ബന്ധത്തിലേക്ക് ഞാൻ പോകുന്നുണ്ടെങ്കിൽ അത് എനിക്ക് ലൗകിക ബന്ധനമാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, കുഞ്ഞേ, ഞാൻ നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്, ഞാൻ ഒത്തിരി നിന്നെ കരുതുന്നുണ്ട്, എന്നിട്ടും നീ എന്നെ കൈവിടുന്ന കാര്യത്തിലേക്ക് പോകരുത്. അതുകൊണ്ടാണ് ആ പാപിനിയ സ്ത്രീയോട് ഈശോ ചോദിച്ചേ, മകളെ, നീ അനേകരുടെ ഒപ്പം കിടന്നു, എൻ്റെ ഹൃദയത്തെ കിടക്കേണ്ട നീ എന്തിന് മറ്റുള്ളവരുടെ കൂടെ കിടന്നു? ഞാൻ നിനക്ക് ജീവൻ്റെ ജലം തരാം, എൻ്റെ കൂടെ വാ, എൻ്റെ കൂടെ ഇരിക്ക്. ആരെല്ലാം നിന്നെ കൈവിട്ടാലും ഞാൻ നിന്നെ കൈവിടില്ല. പ്രിയപ്പെട്ടവരെ, പ്രവാചകന്മാരെല്ലാം പഠിപ്പിക്കുന്നത് കൈവിടാത്ത സ്നേഹത്തിൻ്റെ കരുതലിനെ കുറിച്ചാണ്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം, ഈ ലോകാരൂപിയോട് പോരാടുമ്പോൾ ദൈവസ്നേഹം നശിപ്പിക്കുന്ന ചില പാപങ്ങളെ നമ്മൾ നിരാകരിക്കാനായിട്ട് ഒരു മനസ്സ് കാണിക്കണം. അതുകൊണ്ട് വിശുദ്ധനായ ജോൺ മരിയ വിയാനി പറയുന്ന മനോഹരമായൊരു വാചകമുണ്ട്, പാപം ഒരു നിമിഷം ആനന്ദം നൽകും, പക്ഷേ സമാധാനം കവർന്നെടുക്കും. പാപം ഒരു നിമിഷത്തെ ആനന്ദം നമുക്ക് നൽകും, എന്നാൽ നമുക്ക് എന്നേക്കും ഉണ്ടായിരുന്നൊരു സമാധാനത്തെ കവർന്നെടുക്കും. പ്രിയപ്പെട്ടവരെ, ഒരിക്കലൊരു സഹോദരി എന്നെ വിളിച്ച് പറഞ്ഞു ഓർക്കുകയാണ്. ആ സഹോദരിക്കുള്ളൊരു സ്വഭാവമാണ് മോഷണ സ്വഭാവം.
ഏതെങ്കിലും കടയിൽ പോയാൽ നല്ല ജോലിയുണ്ട്, പൈസയുണ്ട്, എല്ലാം ഉണ്ട്. എന്നാൽ ആ കടയിലിരിക്കുന്ന വസ്തു പണം കൊടുക്കാതെ സ്വന്തമാക്കാനുള്ള ആഗ്രഹം. അങ്ങനെ ഒരിക്കലും ഈ സഹോദരി പിടിക്കപ്പെട്ട് അതൊരു കേസിൻ്റെ ഇതിൽ വന്നപ്പോൾ ഈ ചേച്ചിയോട് പറയാം, അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു, എന്തിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ട ചേച്ചി? ഈ പാപം പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഈ പാപം ഉപേക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ടോ? ഈ വ്യക്തിയുടെ തീരുമാനങ്ങൾ ഒരിക്കലും ആകുന്നില്ല. ഈ സഹോദരി പറഞ്ഞു, ഞാൻ ഒത്തിരി ധ്യാനം കൊടുക്കുന്നു, പ്രാർത്ഥിക്കുന്നു, എന്നാൽ ഈ പാപസുഖം നൽകുന്ന ആനന്ദത്തെ ഉപേക്ഷിക്കാൻ തയ്യാറായില്ലെങ്കിൽ ഞാൻ കേട്ട വചനങ്ങൾ വഴിയോരത്ത് വീണ, പാറപ്പുറത്ത് വീണ വചനം മാത്രമായി തീരും. പ്രിയപ്പെട്ടവരെ, എൻ്റെ ദൈവസ്നേഹത്തിന് നിരക്കാത്ത പ്രവൃത്തിയാണോ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ മുളയായിട്ടെടുക്കുന്നത്? ഈ പാപത്തിൻ്റെ വേര് എനിക്ക് പറിച്ചെടുത്തേ പറ്റൂ. അവിടെയാണ് നമ്മൾ ചെയ്യേണ്ടത്. പറിച്ചെടുക്കുമ്പോൾ അവിടെ ഒത്തിരി മണ്ണ് നഷ്ടപ്പെടും. അവിടെ എന്ത് ചെയ്യണമെന്നറിയോ? ദൈവസ്നേഹത്തിൻ്റെ മണ്ണ് നിറയ്ക്കണം. പിന്നെ അവിടെ നമുക്കൊരു ആബ്സെൻസ് ഇല്ല, അല്ലെങ്കിൽ ഒരു നഷ്ടം നമുക്ക് തോന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തിരിച്ചറിയുക, ഈ വിമല ഹൃദയ പ്രതിഷ്ഠയിൽ ആദ്യ ദിവസം ഈ പുണ്യപരിപൂർണതയിലേക്ക് നയിക്കാൻ ദൈവം പറയുന്നത് സ്നേഹമാണ്. സ്നേഹം ഒരു തൈലമാണ്. തണ്ടൽ വേദന എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു തൈലം വെച്ച് പുരട്ടും, പെട്ടെന്ന് വേദന മാറും. ഇതുപോലെയാ നിൻ്റെ ജീവിതത്തിൽ ഒടിഞ്ഞു കിടക്കുന്ന എല്ലുകളെ സുഖപ്പെടുത്താൻ ഈ സ്നേഹത്തിൻ്റെ തൈലത്തിന് പറ്റും. മുറിവുകളുള്ളിടത്ത് ഈ സ്നേഹത്തിൻ്റെ തൈലം പുരട്ടിയ അവിടെ അത് ഉണങ്ങും. പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തത്, സ്നേഹിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദൈവവചനത്തിൽ നിലനിൽക്കുക. ഒരിക്കൽ ഞാൻ ഈ തമ്പ് കാലഘട്ടമാണല്ലോ, ഇന്ന് ഒത്തിരി തമ്പ് ലിങ്കുകൾ നോക്കിയിട്ടാണ് ആൾക്കാർ വീഡിയോസ് കാണുക. അങ്ങനെ ഒരിക്കൽ എൻ്റെ ഉള്ളിൽ തോന്നിയൊരു പ്രേരണയ്ക്ക് ഞാനിങ്ങനെ ഇട്ടു, ഈശോയുടെ പ്രേമലേഖനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നൊരു തമ്പ് ലിങ്കോടുകൂടി ഒരു വചന സന്തോഷം കൊടുക്കാനായിട്ട് ഒരുങ്ങി. എൻ്റെ പ്രിയപ്പെട്ടവർ, ഈ തമ്പ് ലിങ്ക് കണ്ട് ഒത്തിരി പേര് കയറി. എല്ലാവരും വിചാരിച്ചത് ഈശോ ആർക്കൊക്കെയോ പ്രേമലേഖനം എഴുതിയിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, 73 പ്രേമലേഖനങ്ങൾ അവൻ നിൻ്റെ ഹൃദയത്തിൻ്റെ കൈകൾ കൊണ്ടുവച്ച് തരുമ്പോൾ ഞാനും നിങ്ങളത് വായിക്കുന്നുണ്ടോ? എന്തിനു വേണ്ടി വായിക്കുന്നു? ഏതൊക്കെയോ ആവശ്യങ്ങൾ നടക്കാൻ എഴുതി കൂട്ടിയ വചനങ്ങളല്ല ഇത്. നിന്നെ നിത്യജീവനിലേക്ക് എത്തിക്കാൻ, സ്വർഗത്തിലേക്ക് എത്തിക്കാൻ അമ്മ സ്വീകരിച്ച, അമ്മയുടെ ഹൃദയത്തിൽ പാകിയ ദൈവത്തിൻ്റെ വചനമാണിത്. അതുകൊണ്ടാണ് വചനം മാംസമായി ധരിച്ചവളായിരുന്നു പരിശുദ്ധ അമ്മ. വചനത്തെ ഹൃദയത്തിൽ സ്വീകരിച്ച് അതിനൊരു മാംസമായി രൂപമാക്കിയ യേശുവിനെ നമുക്ക് നൽകിയ പരിശുദ്ധ അമ്മ പറയുക, കുഞ്ഞേ, നിൻ്റെ വഴികളിൽ പാതയിൽ വിളക്കായിട്ട് വചനമുണ്ടോ? വചനം വായിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഭൗതിക ലാഭത്തിന് വേണ്ടിയിട്ടല്ല പ്രിയപ്പെട്ടവരെ, നിത്യജീവൻ ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ വിമല ഹൃദയ പ്രതിഷ്ഠ കഴിയുന്ന 33-ാം ദിവസം നമ്മൾ ആഗ്രഹിക്കണം. നമ്മൾ ഈ പ്രാർത്ഥന നടത്തിയതുകൊണ്ട് നമുക്ക് കിട്ടിയില്ല, മറിച്ച് നമ്മുടെ തീരുമാനത്തോടെ ഈ 33 ദിവസം കഴിഞ്ഞ് പിന്നെ ഒരു 365 ദിവസത്തെ ഒരു തീരുമാനം നമ്മുടെ ഉള്ളിലുണ്ടാകണം. ഞാൻ എന്തിനു വേണ്ടി ജീവിക്കണം? റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 12-ാം അധ്യായം 2-ാം തിരുവചനം പറയുക, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണമായ ഇതെന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. നല്ലത് തിരിച്ചറിയുമ്പോഴാണ് ദൈവവചനം വിവേചിച്ചറിയാൻ കഴിയുള്ളൂ. അനേകർ പറയാറുണ്ട്, അച്ഛാ വചനം വായിക്കുന്നു, വചനം പഠിക്കാൻ പറ്റുന്നില്ല, വചനം ഗ്രഹിക്കാൻ പറ്റും. കാരണം ഒന്നെന്നറിയോ? അതേ കണ്ണുകൊണ്ട് തന്നെ ലൗകിക കാര്യങ്ങൾ കാണുമ്പോൾ എങ്ങനെ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ മധുരമുള്ള ആ സ്നേഹം ഈ ബൈബിളിൽ നിന്ന് എൻ്റെ കണ്ണുകൾക്ക് ഒപ്പിയെടുക്കാൻ കഴിയും. നമ്മുടെ കണ്ണിന് കാഴ്ച കുറയുമ്പോൾ നമ്മൾ ചെയ്യുന്നത് കണ്ണാടി വെക്കുമെന്നുള്ളതാണ്. ഇതുപോലെ തന്നെയാണ് അനേകർ കണ്ണാടി വെച്ചിരിക്കുകയാണ്. എന്ത്? ലൗകികതയുടെ കണ്ണാടി വെച്ചിട്ട് നോക്കുമ്പോൾ ചിലപ്പോൾ കാണാൻ പറ്റുന്നില്ല. മഞ്ഞ കണ്ണാടി വെച്ചാൽ മഞ്ഞയായി കാണുന്ന പോലെ വചനം പോലും നമ്മുടെ. അതുകൊണ്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ വചനത്തെ സ്വീകരിക്കുന്ന കണ്ണിൻ്റെ കാഴ്ചകൾ നിറയ്ക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, സെൻറ്റ് ജെറോം പറയുന്ന, വലിയൊരു ചിന്തകനായ ജെറോം പറയുന്നൊരു വാചകമുണ്ട്, ദൈവവചനം അറിയാതിരിക്കുക എന്നത് ക്രിസ്തുവിനെ അറിയാതിരിക്കുന്നതിന് തുല്യമാണ്. ദൈവവചനം അറിയാതിരിക്കുന്നത് ക്രിസ്തുവിനെ അറിയാതിരിക്കുന്ന തുല്യമാണ്. ആരെങ്കിലും യേശുവിനെ അറിയുന്നുണ്ടെന്ന് പറയുമെങ്കിൽ അത് അത്ഭുതങ്ങളുടെ വെളിച്ചത്തിലായിരിക്കരുത്, ദൈവത്തിൻ്റെ സത്യവചനത്തിൻ്റെ വെളിച്ചത്തിലായിരിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. 4-ാമത്തെ കാര്യം, പ്രധാനപ്പെട്ട കാര്യമാണ് പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിൽ അഭയം പ്രാപിക്കുക. കാരണം അമ്മയുടെ ഹൃദയത്തിൽ മുഴുവൻ അറിയാം എന്താണ് ദൈവത്തിൻ്റെ സ്നേഹം. ദൈവത്തിൻ്റെ സ്നേഹം അത് പരിപൂർണമായി അനുഭവിച്ചവളാണ് പരിശുദ്ധ അമ്മ. പ്രിയപ്പെട്ടവരെ, അനേകം വിശുദ്ധർ പറയുന്ന കാര്യം കേട്ടിട്ടുണ്ട്, ആരെല്ലാം അമ്മയുടെ ഹൃദയത്തോട് ചേർന്നിരുന്നോ അവരെല്ലാം ഈശോയുടെ ഹൃദയത്തിൽ ചേരും. സഭയിൽ പോലും നമുക്കറിയാലോ, ഈശോയുടെ തിരുഹൃദയ തിരുനാൾ കഴിഞ്ഞ് പിറ്റേ ദിവസം മാതാവിൻ്റെ വിമല ഹൃദയ തിരുനാളാണ്. അതുകൊണ്ട് ഈ ഹൃദയങ്ങൾ ചേരുമ്പോൾ വലിയൊരു സന്തോഷമുണ്ട്. ഒരിക്കൽ കേട്ടൊരു ഗാനം ഓർത്തു പോവുക, ഹൃദയങ്ങൾ ചേരുമ്പോൾ ദൈവത്തെ കാണുന്നു, ഹൃദയങ്ങൾ അകലുമ്പോൾ പാപത്തിൽ വീഴുന്നു,
പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ ഹൃദയം ദൈവത്തോട് ചേർന്നിരുന്നുകൊണ്ടാണ് അമ്മയെ പരിശുദ്ധ എന്ന് വിളിച്ച്. നമ്മളെല്ലാം ദൈവത്തിൻ്റെ ഹൃദയത്തോട് ചേർന്നിരിക്കാൻ, നമുക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ മാതാവിൻ്റെ ഹൃദയം ഈശോയുടെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്ന തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും. നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മുടെക്കും കുട്ടിക്കാലത്ത് എന്തെങ്കിലും കാര്യം നടക്കാൻ നമ്മൾ എന്ത് ചെയ്യും? പരിശുദ്ധ അമ്മയെപ്പോലെ നമ്മുടെ അമ്മയുടെ അടുത്ത് പോയിട്ട് പറയും, അമ്മേ എനിക്ക് ഇന്ന കാര്യത്തിന് പൈസ വേണം, അമ്മ പപ്പയോടൊന്ന് പറയാവോ? അപ്പം തീർച്ചയായിട്ടും നമ്മുടെ അമ്മ പോയിട്ട് അപ്പനോട് പറയും. ഇതുപോലെ തന്നെ പരിശുദ്ധ അമ്മയ്ക്ക് അങ്ങനെ ഒരു ആക്സസ് ഉണ്ട് സ്വർഗീയ പിതാവിൻ്റെ മുന്നിൽ, ത്രിത്വേക ദൈവത്തിന് മുന്നിൽ. കാരണം ത്രിത്വേക ദൈവത്തെ ഹൃദയത്തിലും ഉദരത്തിലും ഒരുപോലെ സ്നേഹിച്ച് വളർന്ന പരിശുദ്ധ അമ്മ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ജീവിതത്തിൽ സ്നേഹം നഷ്ടപ്പെട്ടു പോയി, ഇനി സ്നേഹിക്കാൻ പറ്റില്ലെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അമ്മയുടെ വിമല ഹൃദയത്തോട് നിങ്ങൾ ചേർന്നിരുന്നോ. ഈ 33 ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളറിയാതെ ഒരു സ്നേഹം കടന്നു വരുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും.